നമുക്കെല്ലാവർക്കും അറിയാം, +2-ന് 55% മുതൽ മുകളിലേക്ക് മാർക്ക് വാങ്ങിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരാൾക്കും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ പോയി തികച്ചും സൗജന്യമായി പഠിക്കാമെന്ന് മാത്രമല്ല, പഠിക്കുമ്പോൾ 1.5 ലക്ഷം രൂപ പ്രതിമാസം സ്റ്റൈപ്പൻഡ് വാങ്ങുവാനും പഠനശേഷം 3 ലക്ഷം രൂപയിലധികം ശമ്പളമുള്ള ജോലിയിൽ പ്രവേശിക്കുവാനും പിന്നീട് ജർമ്മനിയിൽ PR-ഉം ആവശ്യമുള്ളവർക്ക് സിറ്റിസൺഷിപ്പും എല്ലാം ലഭ്യമാവുന്ന ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ഉണ്ട് എന്ന വിവരം എല്ലാവർക്കും ഇന്ന് ഏകദേശം അറിയാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ, ഇതിൻ്റെ ഗുണഗണങ്ങൾ കേൾക്കുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒക്കെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ താല്പര്യപൂർവ്വം വരുന്നുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിയുടെ മുന്നിലുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് B2 ലെവലിൽ പഠിച്ചു പാസ്സാവുകയും ജർമ്മൻ ലാംഗ്വേജ് പ്രൊവിഷ്യൻസിയോടുകൂടി സംസാരിക്കാനുള്ള കഴിവുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കേവലം +2-ന് 55% മാർക്കുള്ളൊരു വിദ്യാർത്ഥി അവരുടെ ജീവിതത്തിൽ ഉയർന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള അവരുടെ മുന്നിലുള്ളൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ കഴിയുക, പഠിച്ചു പാസ്സാകാൻ കഴിയുക, ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കാനുള്ള കഴിവുണ്ടാവുക, ഈ ഒരു കാര്യം മാത്രമാണ്. ഈ ഒരു കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പല സ്ഥാപനങ്ങളിലും കടന്നു ചെന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതായിട്ട് കാണുവാൻ വേണ്ടി സാധിക്കും. ഒട്ടനവധി വർഷങ്ങളായി ഈ പ്രോഗ്രാം ചെയ്യുകയും വിദ്യാർത്ഥികളെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ച് പാസ്സാക്കി ജർമ്മനിയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് ഈ പ്രോഗ്രാമിൽ ചേരുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ മുൻപിലുള്ള ഏക കടമ്പ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാകുക, ജർമ്മൻ ഭാഷയിൽ സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. കാരണം ജർമ്മൻ ലാംഗ്വേജ് B2 പഠിച്ച് പാസ്സായിട്ടുള്ള, അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് B2 പാസ്സായി ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കാൻ കഴിവുള്ള ഒരു വിദ്യാർത്ഥി പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ ജർമ്മനിയിൽ ഈ പ്രോഗ്രാമിന് പോകാതെ ഇവിടെ നിൽക്കുന്നില്ല. അപ്പം എങ്ങനെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏക വിഷയം എന്നുള്ളത്. അതിനെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പ്രോഗ്രാം കേട്ട് ചാടി പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ചേരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ജർമ്മൻ പഠിപ്പിക്കുന്ന സ്ഥാപനം നിങ്ങളെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ച് B2 ലെവലിൽ പാസ്സാക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ സ്ഥാപനം ഇതിനു മുമ്പേ ധാരാളം വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ജർമ്മൻ ലാംഗ്വേജ് B2 ലെവലിൽ പാസ്സാക്കിയിട്ടുണ്ടോ? അവിടെ നിന്ന് വിദ്യാർത്ഥികൾ ജർമ്മനിയിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്? അവിടുത്തെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? അവിടെ പോയി പഠിച്ചാൽ വിദ്യാർത്ഥിക്ക് പാസ്സാകാൻ സാധിക്കുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രധാനമായും ഈ പ്രോഗ്രാം തിരഞ്ഞെടുക്കുമ്പോൾ പരിശോധിക്കേണ്ട വിഷയം. പലപ്പോഴും പല വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പറയാറുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തുണ്ട്, അവിടെ പോയി പഠിക്കാമെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഈ കോഴ്സ് നിങ്ങൾ പഠിച്ച് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് വേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ച് പാസ്സാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം, എഡ്യൂഫ്ലെയർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ പ്രോഗ്രാം ചെയ്യുന്നത് മൂലം ഇതിൽ വരുന്ന വിദ്യാർത്ഥികൾ പാസ്സായി ജർമ്മനിയിൽ പോകണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒട്ടനവധി കാര്യങ്ങൾ എഡ്യൂഫ്ലെയർ ചെയ്തിട്ടുണ്ട്. എഡ്യൂഫ്ലെയറിലെ ജർമ്മൻ ലാംഗ്വേജ് പഠനത്തെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. എങ്ങനെയാണ് എഡ്യൂഫ്ലെയർ മറ്റ് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന എന്നൊരു കാര്യം മാത്രം ഇവിടെ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എഡ്യൂഫ്ലെയറിൻ്റെ 11 USPകൾ അല്ലെങ്കിൽ 11 പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആദ്യം ചെറിയ ചെറിയ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ പ്രത്യേകതകളിലേക്ക് കടന്നു വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ ആരും തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായി കാണുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്നാമതായി, എഡ്യൂഫ്ലെയർ കോഴിക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗത്തെ എല്ലാവർക്കും കടന്നു വരുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ മൊഫീസൽ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള RP മാളിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ ഈസിയായി ബസ്സിലോ ട്രെയിനിലോ KSRTC ബസ്സിലോ ഓട്ടോറിക്ഷയിലോ എങ്ങനെ വേണമെങ്കിലും ഈ സ്ഥാപനത്തിലേക്ക് വരാനായിട്ട് എളുപ്പത്തിൽ കഴിയും എന്നുള്ളതാണ്. രണ്ടാമതായി, എഡ്യൂഫ്ലെയറിൻ്റെ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് RP മാൾ എന്ന് പറയുന്ന മാളിനുള്ളിലാണ്.
മാളിനുള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ വന്ന് പഠിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു മാളാകുമ്പോൾ തീർച്ചയായും നമുക്കറിയാം അവിടെ നമുക്ക് സെൻട്രലൈസ്ഡ് AC വരാന്തകളുണ്ട്, എലിവേറ്റേഴ്സ് ഉണ്ട്, ഫുഡ് കോർട്ടുണ്ട്, സിനിമാ തിയേറ്റർ ഉണ്ട്. തികച്ചും അവർക്ക് ആഹ്ലാദകരമായ ഒരു അറ്റ്മോസ്ഫിയറിലുള്ളൊരു ക്യാമ്പസാണ് എഡ്യൂഫ്ലെയർ ഒരുക്കിയിരിക്കുന്നത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എഡ്യൂഫ്ലെയറിൻ്റെ എല്ലാ ക്ലാസ് റൂമുകളും സെൻട്രലൈസ്ഡ് AC ക്ലാസ് റൂമുകളാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വേനൽക്കാലമാകുമ്പോൾ അതികഠിനമായ ചൂടും മറ്റു വിധത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ കാരണം ക്ലാസ് റൂമുകളിലുള്ള പഠനമെല്ലാം പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് AC ക്ലാസ് റൂം സംവിധാനമാണ് എല്ലാ ക്ലാസ് റൂമുകളിലും ഒരുക്കിയിരിക്കുന്നത്. അടുത്തതായി വിദ്യാർത്ഥികളെ എഡ്യൂഫ്ലെയറിൽ പഠിപ്പിക്കുന്നത് ഇൻട്രാക്റ്റീവ് പാനൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒരു ക്ലാസ് റൂമിൽ സ്മാർട്ട് ക്ലാസ് റൂം സംവിധാനമാണ് എഡ്യൂഫ്ലെയറിൽ ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കേവലം വൈറ്റ് ബോർഡിൽ കൂടി പഠിക്കുന്നതിലുപരി അവർക്ക് ക്ലാസ്സിനുള്ളിൽ വീഡിയോ പ്ലേ ചെയ്യിച്ചും ഓഡിയോ കേട്ടുകൊണ്ടും പോഡ്കാസ്റ്റുകൾ കൊണ്ടുവന്നുകൊണ്ടും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നതിനും കാണുന്നതിനും അവർക്ക് ജർമ്മനിയിൽ നിന്നുള്ള ലൈവ് പ്രോഗ്രാമുകൾ കാണുന്നതിനും ഈവൻ ഒരു ജർമ്മൻ സിനിമ പോലും അവരുടെ വലിയ സ്ക്രീനിൽ പ്ലേ ചെയ്ത് കാണുന്നതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റിയുള്ള ഇൻട്രാക്റ്റീവ് പാനൽ ഉപയോഗിച്ചിട്ടാണ് എഡ്യൂഫ്ലെയറിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്. അടുത്തതായിട്ട് എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂഫ്ലെയറിൻ്റെ ഫാക്കൽറ്റികളെ സംബന്ധിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എഡ്യൂഫ്ലെയറിൽ വിദ്യാർത്ഥികളെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന എല്ലാ സീനിയർ ഫാക്കൽറ്റികളും ജർമ്മൻ ലാംഗ്വേജിൽ C1 C2 മാസ്റ്റേഴ്സ് ഡിഗ്രിയോ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും പരിചയസമ്പന്നരായി വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ മാത്രമാണ് വിദ്യാർത്ഥികളെ എഡ്യൂഫ്ലെയറിൽ പഠിപ്പിക്കുന്നത്. ഒരു വിദ്യാർത്ഥി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടി എഡ്യൂഫ്ലെയറിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഏറ്റവും നന്നായി പഠിപ്പിക്കാൻ, അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നതിന് വേണ്ടി, അവരെ ഫലപ്രദമായി ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി, അവരുടെ പഠന നിലവാരത്തെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ പ്രാപ്തരായിട്ടുള്ള ഉയർന്ന നിലവാരമുള്ള തികച്ചും പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരാണ് എഡ്യൂഫ്ലെയറിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന എല്ലാ സീനിയർ ഫാക്കൽറ്റികളും. അതുപോലെ തന്നെ എഡ്യൂഫ്ലെയറിൽ ഒരു ജൂനിയർ ഫാക്കൽറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതായത് എല്ലാ ക്ലാസ് റൂമിലും 2 ഫാക്കൽറ്റികൾ വീതം എഡ്യൂഫ്ലെയറിലുണ്ട്. ഒരു സീനിയർ ഫാക്കൽറ്റി ക്ലാസ്സിൽ പഠിപ്പിക്കാനും ഒരു ജൂനിയർ ഫാക്കൽറ്റി വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടിയാണ് ഉള്ളത്. എഡ്യൂഫ്ലെയറിൽ തന്നെ പഠിച്ച് ജർമ്മൻ ലാംഗ്വേജ് B2 പാസ്സായി ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടി പ്രോസസ്സിങ്ങിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഏകദേശം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് 4-5 മാസക്കാലം അവരുടെ ജർമ്മനിയിലേക്ക് പോകാനുള്ള പ്രോസസ്സിങ് കാലയളവുണ്ട്. ഈ കാലയളവിൽ എഡ്യൂഫ്ലെയറിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഞങ്ങൾ അവിടെ അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റിയായിട്ട് നിയമിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എഡ്യൂഫ്ലെയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അവർ പഠിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്, തങ്ങൾ എങ്ങനെയാണ് പഠിച്ച ജർമ്മൻ ലാംഗ്വേജ് B2 പാസ്സായത്, ഈ കാര്യങ്ങളൊക്കെ ആ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള അവരുടെ ഹോംവർക്ക്, അസൈൻമെൻറ്റുകൾ, അവരുടെ വൊക്കാബുലറി, അവരുടെ ഗ്രാമർ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും അവർക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു അസിസ്റ്റൻറ്റ് ഫാക്കൽറ്റി എന്നിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എഡ്യൂഫ്ലെയറിൽ പഠിക്കാൻ വരുന്ന ഏതൊരു വിദ്യാർത്ഥിയും പഠിച്ചു പാസ്സാകുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുതകുന്ന വിധത്തിൽ ഒരു ക്ലാസ് റൂമിൽ 2 ഫാക്കൽറ്റികളെ നിശ്ചയിച്ചുകൊണ്ടാണ് എഡ്യൂഫ്ലെയർ ഈ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് എഡ്യൂഫ്ലെയർ സ്വന്തമായി വികസിപ്പിച്ചിട്ടുള്ള ELSP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വഴിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എഡ്യൂഫ്ലെയർ ലേണിംഗ് സക്സസ് പ്രോഗ്രാം എന്ന് പറയും. അതായത് തികച്ചും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് സ്റ്റുഡൻസിനെ ലാംഗ്വേജ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യം. കാരണം ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം, അവർക്ക് സംസാരിക്കാൻ സാധിക്കണം, അവർക്ക് എഴുതാൻ വേണ്ടി സാധിക്കണം, അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം, അവർക്ക് അതുപോലെ തന്നെ സംസാരിച്ചും കേട്ടും എല്ലാം അവർക്ക് മനസ്സിലാക്കി ആ ഭാഷ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടാവുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന വിധത്തിലുള്ള പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫൺ ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പഠന മെത്തേഡാണ് എഡ്യൂഫ്ലെയറിൽ ഉപയോഗിക്കുന്നത്. അതായത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂമിലെ സീനിയർ ഫാക്കൽറ്റിയുടെ പഠനത്തിനോടൊപ്പം അവർക്ക് നിരന്തരമായി ക്വിസ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ അവരുടെ ജൂനിയർ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കാനുള്ള ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഒട്ടേറെ ഗെയിമുകൾ, ജർമ്മൻ ലാംഗ്വേജിലുള്ള ടോക്ക് ഷോകൾ, അതുപോലെ തന്നെ അവർ സ്റ്റേജിന് മുന്നോട്ട് വന്ന് സംസാരിക്കുന്ന ആക്ടിവിറ്റികൾ,
അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ഒന്നിച്ചുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ, അങ്ങനെ ഒട്ടനവധി ഗെയിം മോഡലിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്കോ ഹോസ്റ്റലിലേക്കോ പോകുന്ന അവസരത്തിൽ സന്തോഷപൂർവ്വം പോകാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെത്തേഡുകൾ കൂട്ടിച്ചേർത്ത് അവരുടെ ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു കരിക്കുലമാണ് എഡ്യൂഫ്ലെയറിൽ രൂപീകരിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എഡ്യൂഫ്ലെയറിൽ എല്ലാ സാറ്റർഡേകളിലും എക്സാമുകൾ നടത്തുന്നുണ്ട്. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പാഠഭാഗം ശനിയാഴ്ച നിർബന്ധപൂർവമായിട്ടുള്ള എക്സാമുകൾ എഡ്യൂഫ്ലെയർ നടത്തുന്നുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥി പഠിക്കുന്നുണ്ടോ എന്ന് സ്ഥാപനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് എക്സാം നടത്തുന്നത്. ഒരു വിദ്യാർത്ഥി തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിച്ച കാര്യങ്ങളിൽ എക്സാം ശനിയാഴ്ച ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ വളരെ സീരിയസോടുകൂടി പഠിക്കുവാനും അവർക്ക് അവരെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും, ശനിയാഴ്ചത്തെ എക്സാം കഴിയുമ്പോൾ ഞാൻ എത്രമാത്രം പഠിച്ചു, അതിൻ്റെ മാർക്ക് കിട്ടുമ്പോൾ എൻ്റെ കുറവെന്താണെന്ന് വിദ്യാർത്ഥികൾക്ക് സ്വയം മനസ്സിലാകുവാനും, അതുപോലെ തന്നെ അവരുടെ അധ്യാപകർക്ക് ആ വിദ്യാർത്ഥി എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അവരുടെ നിലവാരം എന്താണ്, അവരുടെ കാര്യത്തിൽ ഇനി കൂടുതലായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അവർ പിന്നോക്കം നിൽക്കുന്ന ഭാഗം എവിടെയാണ്, അവർക്ക് അഡീഷണലായിട്ട് എന്ത് പഠനമാണ് ഇനി കൂടുതലായി കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അധ്യാപകർക്ക് മനസ്സിലാവുന്നതിനും വേണ്ടിയാണ് നമ്മൾ സാറ്റർഡേ എക്സാമുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെന്ന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവനായി ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ സീരിയസ് ആയിട്ടുള്ള സാറ്റർഡേ എക്സാമുകൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എഡ്യൂഫ്ലെയറിൽ നിന്ന് നൽകുന്നത്. അവരുടെ എക്സിറ്റ് പോയിൻ്റായ ജർമ്മൻ ലാംഗ്വേജ് B2-ൻ്റെ കോഴ്സ് കഴിയുന്ന അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന എക്സാം പ്രിപ്പറേഷനും പ്രാക്ടീസും മോക്ക് എക്സാമും അടക്കുന്ന അഡീഷണൽ ക്ലാസ്സുകൾ എഡ്യൂഫ്ലെയറിൽ നിന്ന് നൽകുന്നുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ച് യഥാർത്ഥമായ ഒരു പരീക്ഷയിലേക്ക് പോകുന്ന സമയത്ത് പഠനവും പരീക്ഷയും തമ്മിൽ പലപ്പോഴും ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ പഠിച്ചതല്ല പരീക്ഷയിൽ വന്നതെന്നുള്ള ചിന്ത, പലപ്പോഴും പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോഴുള്ള പരീക്ഷാ പേടി, അവരുടെ ഉത്കണ്ഠ, ആൻസൈറ്റി, ഇതൊക്കെ മൂലം വിദ്യാർത്ഥികൾക്ക് വേണ്ട വിധത്തിൽ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷനും പ്രാക്ടീസും അതുപോലെ തന്നെ മോക്ക് എക്സാമുകൾ നടത്തുന്നത്. അതായത് വിദ്യാർത്ഥി റിയൽ ആയിട്ടുള്ള ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പേ ഒട്ടനവധി പ്രാവശ്യം ആ എക്സാമുകൾ കണ്ടിന്യൂസ് ആയി വീണ്ടും 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 ചെയ്ത് റിയൽ ആയിട്ടുള്ള എക്സാം പല പ്രാവശ്യം അഭിമുഖീകരിച്ച വിധത്തിലാണ് വിദ്യാർത്ഥി ഒരു റിയൽ എക്സാമിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാനും പാസ്സാവാനുമുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അടുത്തതായിട്ട് എഡ്യൂഫ്ലെയറിൽ വളരെ വലിയ ഒരു ക്യാമ്പസ് വൈബ്രൻ്റ് ആയിട്ടുള്ള ലൈഫ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും +2 കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കോളേജ് ലൈഫ് മിസ്സായതായിട്ട് പലപ്പോഴും തോന്നും. ഇത്തരം 8 മാസത്തെ ഉള്ളൊരു പ്രോഗ്രാം പഠിച്ച് അവർ ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ സ്വപ്നത്തിലുള്ള ഒരു ക്യാമ്പസിൽ ഒരു കോളേജ് ലൈഫിൽ ജീവിക്കണമെന്ന ആഗ്രഹം പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒട്ടനവധി ഈവൻറ്റുകളും സെലിബ്രേഷനുകളും എഡ്യൂഫ്ലെയറിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അവരുടെ കുറഞ്ഞ പഠന കാലയളവിൽ തന്നെ അവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് കലാപരമായിട്ടും കായിക പരമായിട്ടുമുള്ള ഈവൻറ്റുകൾ ധാരാളം സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിലെല്ലാം വിദ്യാർത്ഥികൾക്ക് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അവർക്ക് വേണ്ടി കൾച്ചറൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, അവരുടെ റിസൾട്ടിൻ്റെ സെലിബ്രേഷൻ, ഇങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകൾ കുട്ടികൾക്കൊരു ക്യാമ്പസ് ലൈഫ് അല്ലെങ്കിൽ ഒരു റിയൽ സ്റ്റുഡൻറ് ലൈഫ് അവർക്ക് ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള ഒട്ടനവധി ആക്ടിവിറ്റികൾ എഡ്യൂഫ്ലെയറിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എഡ്യൂഫ്ലെയറിൽ ഒരിക്കൽ വന്നു ചേർന്ന ഒരു വിദ്യാർത്ഥി പഠിച്ചു പാസ്സായി ജർമ്മനിയിൽ പോകണമെന്ന ലക്ഷ്യത്തോടുകൂടി വളരെ വലിയൊരു പ്രോഗ്രാം എഡ്യൂഫ്ലെയർ ചെയ്യുന്നുണ്ട്. ഇതാണ് എഡ്യൂഫ്ലെയറിൻ്റെ വിദ്യാർത്ഥികൾ പാസ്സാവുന്നതുവരെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാം. അതായത് എഡ്യൂഫ്ലെയറിൽ ഒരു വിദ്യാർത്ഥി വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ പരീക്ഷയിൽ ഒരിക്കൽ തോറ്റുപോയാൽ അവർ വിജയിക്കുന്നിടം വരെ അവരെ പിന്നീട് ഫ്രീ ആയി എഡ്യൂഫ്ലെയർ സപ്പോർട്ട് ചെയ്യും, അവരെ പഠിപ്പിക്കും. അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടി എഡ്യൂഫ്ലെയറിൽ വന്നു ചേർന്ന ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷയിൽ എന്തെങ്കിലും കാരണവശാൽ തോറ്റുപോയാൽ, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളോ 2 മൊഡ്യൂളോ തോറ്റുപോയാൽ, പിന്നീട് ആ വിദ്യാർത്ഥി പഠിച്ച് ജയിക്കുന്നിടം വരെ അവരെ ഓൺലൈനിൽ എഡ്യൂഫ്ലെയർ പഠിപ്പിക്കാൻ വേണ്ടി തികച്ചും ഫ്രീ ആയി അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നുണ്ട്. അതായത് എത്ര പ്രാവശ്യം വേണമെങ്കിലും വിദ്യാർത്ഥിക്ക് വീണ്ടും വീണ്ടും അവരുടെ
ഓൺലൈൻ ക്ലാസ്സുകളിൽ കൂടി ജർമ്മൻ ലാംഗ്വേജിൻ്റെ B2-ൻ്റെ ബ്രഷപ്പ്, അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ, എക്സാം പ്രാക്ടീസ്, മോക്ക് എക്സാം, ഇതെല്ലാം വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥി പാസ്സാവുന്നത് വരെ അവരെ വീണ്ടും സൗജന്യമായി പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എഡ്യൂഫ്ലെയർ ഒരുക്കിയിരിക്കുന്നത്. അതായത് എഡ്യൂഫ്ലെയറിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കാൻ തയ്യാറാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പഠിച്ച് ജർമ്മനിയിൽ പോകണമെന്ന ആഗ്രഹത്തോടും കൂടി വന്ന് അതിനുവേണ്ടി അവരുടെ ഭാഗത്തു നിന്നുള്ള 50% എഫേർട്ട്, അത് പഠിക്കുക എന്നുള്ള കർത്തവ്യം ചെയ്യാൻ തയ്യാറുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവരെ പഠിപ്പിക്കാനും അവർ പാസ്സാവുന്നിടം വരെ അവരെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്ത് സൗജന്യമായി പഠിപ്പിക്കുവാനും അവർ പാസ്സായി ജർമ്മനിയിൽ പോകുന്നിടം വരെ അവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന വിധത്തിലാണ് എഡ്യൂഫ്ലെയറിൻ്റെ ജർമ്മൻ ലാംഗ്വേജ് പഠന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോടും കുട്ടികളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളോ ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടുന്ന തീരുമാനം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു പാസ്സാകാൻ ഉതകുന്ന ഒരു സ്ഥലത്ത് ചേരുക എന്നുള്ളതാണ്. ഞാൻ തീർച്ചയായും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പഠിക്കാൻ തയ്യാറുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ 50% എഫേർട്ട് ഇടാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ബാക്കി 50% എഫേർട്ട് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഏറ്റവും നിർബന്ധപൂർവ്വം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് എഡ്യൂഫ്ലെയർ. എഡ്യൂഫ്ലെയറിൽ വന്നു ചേരുന്ന ഒരു വിദ്യാർത്ഥിയും രക്ഷകർത്താവും ഖേദിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടാവുകയില്ല. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള പഠനം നൽകുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളിൽ നിന്ന് 4 കണ്ടീഷൻ എഡ്യൂഫ്ലെയർ എഴുതി വാങ്ങി അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് എഡ്യൂഫ്ലെയറിൽ പഠിക്കാൻ വേണ്ടി ചേർക്കുന്നത്. എഡ്യൂഫ്ലെയറിൽ എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എഡ്യൂഫ്ലെയർ സീരിയസ് ആയി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ക്യാമ്പസായി നിലനിർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്തരത്തിൽ സീരിയസ് ആയിട്ട് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു കലാലയമായി എഡ്യൂഫ്ലെയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് എഡ്യൂഫ്ലെയറിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ 4 കണ്ടീഷനുകൾ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി, എഡ്യൂഫ്ലെയറിൽ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് 95% ക്ലാസ് റൂം അറ്റൻഡൻസ് ആവശ്യമാണ്. അതായത് ഒരു വിദ്യാർത്ഥി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ റെഗുലറായി ക്ലാസ്സിൽ വരേണ്ടതുണ്ട്. അവർ അധ്യാപകർ പഠിപ്പിക്കുന്നത് എല്ലാ ദിവസവും വന്ന് കേട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 95% ക്ലാസ് റൂം അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികളെയാണ് എഡ്യൂഫ്ലെയറിൽ പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി, എഡ്യൂഫ്ലെയറിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശനിയാഴ്ചകളിലെ പരീക്ഷകൾ നിർബന്ധപൂർവ്വം എഴുതേണ്ടതുണ്ട്. സാറ്റർഡേ എക്സാമിന് 95% അറ്റൻഡൻസ് നിർബന്ധപൂർവ്വം ആവശ്യമാണ്. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിക്കുന്ന പാഠഭാഗങ്ങൾ അവർ കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുവാനും അവർ ഒരു പരീക്ഷയിൽ കൂടി കടന്നുപോയി അവരുടെ നിലവാരം അളക്കുവാനും അവർ പഠിച്ചിട്ടുണ്ടോ എന്ന് അധ്യാപകർക്ക് നോക്കുവാനും അതുപോലെ തന്നെ അവരുടെ അടുത്ത ആഴ്ചത്തെ പഠന പദ്ധതിയിൽ അവരുടെ നിലവാരത്തിനനുസരിച്ച് മാറ്റം വരുത്തുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ശനിയാഴ്ചത്തെ എക്സാമുകൾ നടത്തുന്നത്. അപ്പം പഠനത്തെ സീരിയസ് ആയി കാണുന്ന വിദ്യാർത്ഥികളാണ് എഡ്യൂഫ്ലെയറിലേക്ക് ചേരുവാൻ വേണ്ടി വരേണ്ടത്. മൂന്നാമതായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, വിദ്യാർത്ഥികളോട് നിങ്ങൾ ക്ലാസ് റൂമിൽ എഡ്യൂഫ്ലെയറിൽ ഓരോ ദിവസവും 4 മണിക്കൂർ നീളുന്ന ക്ലാസ്സുകളുണ്ട്. അതുകൂടാതെ നിങ്ങൾ ഹോസ്റ്റലിലോ വീട്ടിലോ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡീഷണലായി ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും സ്വന്തമായി പഠിക്കുവാൻ വേണ്ടി തയ്യാറാവണം. 2-3 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രയത്നം ഉപയോഗിച്ച് ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗങ്ങൾ റിവിഷൻ ചെയ്യുവാനും പഠിക്കുവാനും പുതിയ പുതിയ വാക്കുകൾ വൊക്കാബുലറി പഠിക്കുവാനും ഗ്രാമറിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ജർമ്മൻ ലാംഗ്വേജിലുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ജർമ്മൻ സിനിമയാവാം, ഒരു ജർമ്മൻ ഫുട്ബോൾ പ്രോഗ്രാം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്ക് ഷോകളാവാം, പോഡ്കാസ്റ്റുകളാകാം, അങ്ങനെ ജർമ്മൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും വേണ്ടും ഒരു ദിവസം 2 മണിക്കൂർ ചെലവഴിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം എഡ്യൂഫ്ലെയർ പഠിക്കാൻ വരേണ്ടതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. നാലാമതായി, വിദ്യാർത്ഥികൾ സ്വന്തം നിലയിൽ അവരുടെ ഹോംവർക്കുകളും അസൈൻമെൻറ്റുകളും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും പല വിദ്യാർത്ഥികളും ഉഴപ്പന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ, മടിയന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെയും ക്ലാസ്സിൽ വന്ന് മറ്റ് വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള ഹോംവർക്കുകൾ കോപ്പി അടിച്ച് അധ്യാപകരെ കാണിക്കുന്നതായി പലപ്പോഴും കാണാറുണ്ട്. അത് ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഈ കാര്യങ്ങൾ ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾ സ്വന്തമായി അവരുടെ ഹോംവർക്കുകളും അസൈൻമെൻറ്റുകളും ചെയ്യണമെന്നുള്ളതാണ്. ഈ 4 കണ്ടീഷനുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 95% ക്ലാസ് റൂം അറ്റൻഡൻസ്, 95% സാറ്റർഡേ എക്സാം അറ്റൻഡൻസ്, 2 hours ഡെയിലി സ്റ്റഡി,
അതുപോലെ തന്നെ അവരുടെ ഹോംവർക്കുകളും അസൈൻമെൻറ്റുകളും സ്വന്തമായി ചെയ്യുക. ഈ 4 കാര്യങ്ങളും ചെയ്യാൻ തയ്യാറുള്ള വിദ്യാർത്ഥികളാണ് എഡ്യൂഫ്ലെയറിലേക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടി വരേണ്ടത്. അവരെ പഠിപ്പിക്കുവാനും അവരെ പാസ്സാക്കുവാനും അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും എഡ്യൂഫ്ലെയർ എന്നും തയ്യാറായിരിക്കും. ആ വിദ്യാർത്ഥികൾ എന്തെങ്കിലും കാരണവശാൽ തോറ്റുപോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിജയിക്കുന്നിടം വരെ അവരെ പിന്നീട് സൗജന്യമായി സപ്പോർട്ട് ചെയ്യുവാനും എല്ലാം എഡ്യൂഫ്ലെയർ തയ്യാറാവും. ഞാൻ നിങ്ങളോട് തീർച്ചയായിട്ടും പറയുന്നു, ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ വളരെ ഉയരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. വിദ്യാർത്ഥികളുടെ മാത്രമല്ല, അവരുടെ മാതാപിതാക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും എല്ലാം ജീവിതത്തെ വളരെ ഉയരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ് ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാമിൽ ചേരുന്നതിന് വേണ്ടി കേവലം 8 മാസക്കാലം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, 8 മാസക്കാലം ഞാൻ പറഞ്ഞ വിധത്തിൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും മാറിമറിയും. അതിനുവേണ്ടി വളരെ സീരിയസ് ആയി വളരെ ക്വാളിറ്റിയോടുകൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് എഡ്യൂഫ്ലെയർ. അപ്പോൾ എഡ്യൂഫ്ലെയറിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായും ധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാനും പാസ്സാകുവാനും വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ഇടാനും നിങ്ങൾ തയ്യാറായി കടന്നു വരിക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ ഉയരത്തിലെത്തിക്കുന്നതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമായി എന്നും എഡ്യൂഫ്ലെയർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. Eduflare, education driven by passion.